നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അഭിവൃദ്ധിയുടെ നാളുകൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ, ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ ഫലങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവുമൊക്കെ വന്നു ചേരും. ഇവർക്ക് ലക്ഷ്യപ്രാപ്തി നേടാനുള്ള അവസരങ്ങൾ ലഭിക്കും. തൊഴിൽപരമായിട്ട് വലിയ മാറ്റങ്ങൾ കാണും. ആകപ്പാടെ ജീവിതത്തിൽ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അഭിവൃദ്ധിയുടെ നാളുകൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളാണ് വന്നു ചേരുന്നത്. സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ അവസാനിക്കും. ഇവർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. ധനയോഗം വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവർ സമ്പന്ന പദവി അലങ്കരിക്കും. മകരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ധനസമാഹരണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. തൊഴിൽപരമായിട്ട് വളരെ കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വളരെ നാളുകളായി അന്വേഷിച്ചിട്ടും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ലഭിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ അതിന് അനുകൂലമായ ഒരു സമയമാണ്. ഇവർ ശ്രമിച്ചാൽ ഇവർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കും. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണമായ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മനസ്സിനിഷ്ടപ്പെട്ട ഒരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ഇവരുടെ പ്രവർത്തന മികവ് കൊണ്ട് ഇവർ ജോലി ചെയ്യുന്ന ഇടത്തിൽ, തൊഴിലിടത്തിൽ വലിയ സ്ഥാനമാനങ്ങളും പദവികളും വഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. സ്വസ്ഥതയും സമാധാനം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയം കൂടിയാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ മാറുകയും ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ മാറുകയും മനസ്സമാധാനത്തിൻ്റെ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ചുമതലകൾ വർദ്ധിക്കും. വിദേശ രാജ്യത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനുള്ള അവസരം വന്നു ചേരും. സൗഹൃദങ്ങൾ വളരെ ഉപകാരപ്പെടുന്ന സമയം കൂടിയാണ്. സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ഇവർക്ക് വന്നു ചേരും. ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ചികിത്സകൾ ഫലിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി, അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇവർ കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്നു. സാമ്പത്തിക ദുരിതത്തിൽ നിന്നുള്ള പൂർണ്ണ മോചനം ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. അതോടൊപ്പം തന്നെ മനസ്സിനിഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി ഇവരുടെ വിജയം കൈമുതലായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അലസതകളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഇവരുടെ സ്ഥിതിഗതികളൊക്കെ മാറും. പ്രവർത്തന മികവ് വന്നു ചേരും. ഉപരിപഠന സാധ്യതകൾ തുറക്കപ്പെടുന്ന സമയം കൂടിയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയം വന്നു ചേരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർ വിജയം കൈവരിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥലമാറ്റം ഇവർക്ക് വന്നു ചേരും. ഇവരുടെ ആശയങ്ങൾ ജീവിതത്തിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും. ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ മികച്ച നേട്ടങ്ങൾ കൈവരിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹവും അവരുടെ ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ
ലക്ഷ്യപ്രാപ്തി നേടുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. ഭാഗ്യവും സൗഭാഗ്യവും ഇവരെ തേടിയെത്തുന്ന സമയമാണ്. ചില തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. കുടുംബപരമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ലക്ഷ്യപ്രാപ്തി നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നല്ലൊരു വിവാഹബന്ധം, മനസ്സിനിഷ്ടപ്പെട്ട കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരുന്ന ഒരു വിവാഹബന്ധത്തിലേക്ക് എത്തിച്ചേരുകയും വിവാഹശേഷം ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടപ്പിലാകും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന സമയം. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു. അനാവശ്യമായ ചെലവുകൾ അധികരിക്കാതെ നോക്കുക, ചെലവുകൾ ചുരുക്കുക. വരുമാന വർധനവ് ഒന്നിലധികം സാഹചര്യങ്ങളിൽ നിന്ന് ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. ഇവരുടെ കഴിവും പ്രാപ്തിയുമൊക്കെ അനുഭവവേദ്യമാകുന്ന സമയമാണ്. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയം. സർവകാര്യ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഉന്നതി വന്നു ചേരും. പണവും സൗഭാഗ്യവും ഐശ്വര്യവുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രവർത്തന മികവ് ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദൈവാധീനം വർദ്ധിച്ചു നിൽക്കുന്ന സമയം കൂടിയാണ്. വളരെ അനുകൂലമായി ഐശ്വര്യപ്രദായകമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് സാധ്യമായ കാര്യം വളരെ വിജയകരമായി വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കുന്ന ആ സമയത്ത് തന്നെ അസാധ്യമായത് വളരെ ലാഘവത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന സാഹചര്യങ്ങളും കൊണ്ടുവരും. വിനയവും അർപ്പണ മനോഭാവവും അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൊണ്ടുവരും. സാമ്പത്തിക മുന്നേറ്റമുണ്ടാകും. പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള അവസരങ്ങളും ഒരുങ്ങുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. ഈശ്വരാധീനത്താൽ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖദുരിതങ്ങളും ദുരിതകാലവും ഒക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവിധ കാര്യങ്ങളും വളരെ നേട്ടത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി ഉയർന്ന തരത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിത വിജയം ഉണ്ടാകും. ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യസമ്പൂർണമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചുവരും. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.